ഫിനിക്സ് ഫ്രണ്ട്സ് ഈ എൻ്റർടൈൻമെൻറ്റിലൂടെ അവർക്കും സ്വാഗതം. ICC വേൾഡ് 2020 ക്രിക്കറ്റിലെ ഇന്ത്യ ഇന്ന് നമ്മുടെ നമീബിയനാണ് നേരിട്ടത്. ഇന്ത്യയുടെ രണ്ടാം മത്സരമായിരുന്നു. ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 നമുക്ക് നോക്കാം. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡെ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾ, എല്ലാവരെയും സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ശരിക്കും പറഞ്ഞാൽ സാധിച്ചെടുത്തു എന്നാണ്. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ മാത്രമേ സഞ്ജുവിന് ടീമിൽ ഇടപെടാൻ കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവസരം സഞ്ജുവിന് തേടിയെത്തി. ഇഷാൻ കിഷന് പരിക്ക് പറ്റണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ വന്നത് നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് പറ്റിയ അഭിഷേക് ശർമ്മ പുറത്തുപോയി. സഞ്ജുവിന് അവസരം കിട്ടി. ഈ ലോകത്ത് ഇത്രയും കൂടുതൽ അവഗണന നേരിട്ട ഒരു കളിക്കാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സത്യസന്ധമായിട്ട് പറയില്ല. ഇത്രയും അവസരം കിട്ടിയ ഒരു കളിക്കാരൻ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. സഞ്ജുവിന് നല്ല നല്ല അവസരങ്ങൾ ഇഷ്ടംപോലെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കളിയിലൊക്കെ വെടിക്കെട്ട് പ്രകടനത്തോടെ ഒരു സെഞ്ചുറി അടിച്ച്, നമ്മളൊക്കെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. സെഞ്ചുറി അടിച്ച് ടീമിലോട്ട് താൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് വരുത്തുന്നു. കാരണം തുടർച്ചയായ 3 സിക്സുകളൊക്കെ അടിച്ച് അതിനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കൊണ്ടേ കളി നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയാൻ മതി. ഇഷാൻ കിഷനൊക്കെ ആദ്യം ബോളിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമായിരുന്നു. ബോളൊന്നും ബാറ്റൊക്കെ ഉള്ളൂ. അതിന് ശേഷമാണ് ഇഷാൻ കിഷനൊക്കെ അടിപൊളി കളി കളിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റിന് 209 റൺസാണ് എടുത്തത്. ഇഷാൻ കിഷൻ 24 ബോളിൽ 61, സഞ്ജു 8 ബോളിൽ 22, തിലക് വർമ്മ 21 ബോളിൽ 25, സൂര്യകുമാർ യാദവ് 13 ബോളിൽ 12, ഹാർദിക് പാണ്ഡെ 28 ബോളിൽ 52, ശിവൻ ദുബെ 16 ബോളിൽ 23, റിങ്കു സിംഗ് 6 ബോളിൽ 1, അക്സർ പട്ടേൽ 1 ബോളിൽ 0, വരുൺ ചക്രവർത്തി 1 ബോളിൽ 1, അർഷ്ദീപ് സിംഗ് 2 ബോളിൽ 2 എന്നിങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന് കിട്ടിയ ഒരു അവസരം എന്നൊക്കെ പറഞ്ഞാൽ വമ്പനായിരുന്നു. സഞ്ജു അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഷാൻ കിഷന് സങ്കടത്തിലായിരുന്നു. ഇഷാൻ കിഷൻ്റെ മുഖത്തൊക്കെ ഒരു സന്തോഷം പോലും ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ ഇഷാൻ കിഷൻ്റെ ബാറ്റിൽ ബോൾ കൊള്ളുന്ന വരില്ല. സഞ്ജു ആണെങ്കിൽ തുടരെ സിക്സുകൾ അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് സഞ്ജു ഒന്ന് ഔട്ടായെങ്കിൽ അവൻ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് സഞ്ജു ഔട്ടാകുന്നത്. അതിനുശേഷമാണ് ഇഷാൻ കിഷന് ഒരു സന്തോഷവും മുഖത്തൊരു ചിരിയൊക്കെ വന്നത്. എന്ത് പറയാനാണ്, ഇത്ര ഒരു അവസരം മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഇഷാൻ കിഷൻ ആ അവസരം മുതലാക്കി. ഇനി സഞ്ജുവിന് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടോ എന്നറിയില്ല. പിന്നെ ഒരു ഏകദിനത്തെങ്കിലും വേൾഡ് കപ്പിലെങ്കിലും കളിച്ചു എന്നുള്ള സമാധാനത്തോടെ സഞ്ജുവിന് മടങ്ങാം. ഇനി ഒരു തിരിച്ചുവരവ് സഞ്ജുവിന് അസാധ്യമാണ്. പിന്നെ ഞാൻ സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഞാൻ ആർക്കെങ്കിലും പരിക്ക് പറ്റണം എന്നിങ്ങനെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇന്ത്യ ജയിക്കണം എന്നാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഇത്. അതൊരു സഞ്ജുവിന് ആരാധകൻ എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞ് ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. അത് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ നമ്മുടെ നമീബിയ 18.2 ഓവറിൽ അവർ 116 റൺസിന് അവരുടെ എല്ലാ വിക്കറ്റും വീഴുകയായിരുന്നു. അങ്ങനെ ഇന്ത്യ 93 റൺസിൻ്റെ പടുകൂറ്റൻ വിജയം തന്നെയാണ് നമീബിയക്കെതിരെ കാഴ്ചവെച്ചത്. ചെറിയ ടീമാണെങ്കിലും അവർക്കെതിരെ മോശമില്ലാത്ത മികച്ച ഒരു പ്രകടനം, ഓൾറൗണ്ട് പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചു. ഇന്ത്യക്ക് വേണ്ടി ബൗളിങ്ങിൽ ഹാർദിക് പാണ്ഡെ 4 ഓവറിൽ 21-2, അർഷ്ദീപ് സിംഗ് 3 ഓവർ 36-1, ദുബെ 2 ഓവറിൽ 11-1, ബുംറ 4 ഓവർ 20-1, വരുൺ ചക്രവർത്തി 2 ഓവറിൽ 7-3 എന്നിങ്ങനെയാണ് ഇന്ത്യൻ നിരയിൽ മികച്ച പ്രകടനമാണ് ബൗളർമാരെല്ലാം കാഴ്ചവെച്ചത്. ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ ഹാർദിക് പാണ്ഡെയാണ് മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ഇഷാൻ കിഷൻ്റെയും അതുപോലെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെയും വെടിക്കെറ്റിൽ ഇന്ത്യ 93 ജയിച്ചു. അടുത്ത കളി 15-ാം തീയതി പാകിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുടെ കൊളംബോയിൽ വെച്ചാണ് കളി. സഞ്ജു ഉണ്ടോ ഇല്ലയോ എന്നല്ല, സഞ്ജു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ വിജയിക്കണം. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ 3 വിജയം കരസ്ഥമാക്കിയിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റു വീഡിയോ ആയിട്ട് വരാം.